പ്രശസ്തനായ ഒരു സാമ്പത്തിക എന്താ പറയുക നല്ലൊരു ബിസിനസ് മുതലാളിയെ ഒരു ലേഖനം വായിക്കുകയായിരുന്നു. ആ മുതലാളി ഇങ്ങനെ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, ഞാനൊരു ഹോട്ടലിൽ നിന്ന് പോലും എനിക്ക് ആവശ്യത്തിലധികമുള്ള ടിഷ്യൂ പേപ്പർ പോലും എടുക്കത്തില്ല. അയാൾ പോയി താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ അയാളുടെ മുമ്പിലിരിക്കുന്ന ടിഷ്യൂ പേപ്പറൊക്കെ എന്തുവേണമെങ്കിലും ചെയ്യാം, അതിൽ നിന്ന് പോലും എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അതാണ് എൻ്റെ വിജയമന്ത്രം. താങ്കൾ എങ്ങനെ കോടീശ്വരനായി എന്നുള്ളതിനെക്കുറിച്ച് അയാൾ പറഞ്ഞ ഉത്തരമാണ്. ഇതാണ് പണത്തോടുള്ള നമ്മുടെ സമീപനം. നമ്മൾ ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഈ എക്കണോമിക്സിൽ ഞങ്ങൾ പറയും, സാമ്പത്തിക ശാസ്ത്രത്തിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു തിയറിയാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയും. അതായത് ഇമിറ്റേഷനാണ്. സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ അത് എക്കണോമിക്സ് ലാംഗ്വേജിൽ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ കോൺസ്പിക്വസ് കൺസംഷൻ എന്നൊക്കെയാണ് പറയണത്. അത്രയും കട്ടിയായ വാക്കുകളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. സിമ്പിളായിട്ടാണെങ്കിൽ അനുകരണ മനോഭാവം. അനുകരണ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറമുള്ളവർക്കും ഇപ്പുറമുള്ളവർക്കും ഉണ്ട്, പിന്നെ എനിക്കില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ. അപ്പം ഞങ്ങൾ 3 തരത്തിൽ ഇതിൻ്റെ എഫക്റ്റിനെ വിശദീകരിക്കാറുണ്ട്. എല്ലാവർക്കും ഉള്ളത് കൊണ്ട് എനിക്കും വേണം, എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണം, മനസ്സിലായി? ഇങ്ങനെ പിന്നെ മറ്റുള്ളവരോട് ഒപ്പം എത്തുക എന്നുള്ളത്. അതിനെ ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ടു കീപ്പ് അപ്പ് വിത്ത് ദ ജോണസസ്. ജോണസസ് എന്ന് പറഞ്ഞാൽ അയൽക്കാരൻ. അയൽക്കാരനോട് ഒപ്പം എത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, ആർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷെ ടു സർപ്പാസ് ദ ജോണസസ്, ദാറ്റ് മീൻസ് അയൽവക്കത്തുകാരനെ മറികടക്കണം. ആ ചിന്തയാണ് അപകടകരം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയുകയാണ്, അപ്പുറത്തെ വീട്ടിലെ കൊച്ച് UK പഠിക്കാൻ പോയി, ഇപ്പുറത്തെ വീട്ടിലെ കൊച്ച് USA പഠിക്കാൻ പോയി, പിന്നെ എൻ്റെ വീട്ടിലെ കൊച്ച് പോയില്ലെങ്കിൽ എന്തോ ഒരു കുറവല്ലേ? അപ്പോൾ ഞാനും 30 ലക്ഷം ലോൺ എടുത്ത് എൻ്റെ കൊച്ചിനെയും വിടാൻ നോക്കുവാണ്. എൻ്റെ കൊച്ച് അവിടെ പോയി ഒരു കോഴ്സ് പഠിക്കാൻ പ്രാപ്തനാണോ, അതിന് പറ്റി ബേസിക് ഡിഗ്രി ഇതുണ്ടോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം ജോലി തുടരാൻ പറ്റുമോ, ഇവനുള്ള സ്കില്ലുണ്ടോ, ആപ്റ്റിറ്റ്യൂഡ്, ഇതൊന്നും നോക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊരു രസമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആരോടെങ്കിലും മക്കളുടെ ജോലിയൊക്കെ എന്താ, മക്കളെവിടം വരെ എത്തി, ജോലി എന്താ എന്നാ ചോദിക്കണം. ജോലി അറിയാനോ ഞാൻ ചോദിക്കാം. അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്, മോൻ UK-ലാണ്, മോള് US-ലാണ്. സ്ഥലത്തിൻ്റെ പേര് ജോലി എന്നാന്ന് ചോദിക്കുമ്പോൾ സ്ഥലത്തിൻ്റെ പേര് പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു കൾച്ചർ മാറി. അവിടെയാണ് നമ്മുടെ കടക്കണി വരുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യമില്ലേ, സാധാരണക്കാരൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ കടക്കണിയാണ്. ഈ കടക്കണി ഒരു വീട്ടിലേക്ക് ഒരിടത്ത് ഓടിക്കയറി വരില്ല. ഒരു വിചാരിക്കാത്ത ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു അപകടമോ ഒക്കെ അല്ലെങ്കിൽ തകർച്ചയോ നമുക്ക് മനസ്സിലാകും. കടക്കണിയിൽ പെട്ട കുടുംബങ്ങളെ നമ്മളെടുത്ത് പഠിച്ചു നോക്കുക. ആത്മഹത്യ ചെയ്തവരെയോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയൊക്കെ നമ്മളെടുത്ത് പഠിച്ചു നോക്കുക. നമുക്കറിയാൻ പറ്റും എന്താ സംഭവിക്കണത്. ഈ പെട്ടെന്ന് ഓടിക്കയറി വന്നതല്ല, അവരുടെ മിസ്മാനേജ്മെൻറ്റ്. അതായത് പരിപാലിക്കുക, വളർത്തുക, സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞ പടവുകളിൽ വന്ന മിസ്മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ കാരണം. മിസ്മാനേജ്മെൻറ്റാണ് കാരണം. പക്ഷേ കാലം കഴിയും തോറും നമ്മുടെ ഒരു ലിവിങ് സ്റ്റാറ്റസും മാറണമല്ലോ, ലൈഫ് സ്റ്റാറ്റസും മാറിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഈ ലൈഫ് സ്റ്റാറ്റസിനനുസരിച്ചിട്ട് അതിലേക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു ഒഴുക്കും നടക്കണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതായിരിക്കുമോ ഈ ലൈഫ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ജീവിത രീതി, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലേ? ജീവിത രീതി തീരുമാനിക്കുന്നത് ആരാ? നമ്മളാണ്. എൻ്റെ ജീവിത രീതി തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് അയൽവക്കത്തുള്ളവരോ സർക്കാരോ നാട്ടുകാരോ അല്ല കേട്ടോ. എൻ്റെ ജീവിത രീതി ഞാൻ പെട്ടെന്ന് രസകരമായ ഒരു അനുഭവമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ കുട്ടികളെ സർവേക്ക് വേണ്ടി ഗ്രൂപ്പുകളായിട്ട് പലയിടത്തോട്ടും വിട്ട്. സർവേക്ക് ഞാൻ കൊടുത്ത ചോദ്യം ഇതായിരുന്നു: പണി തീരാറായ സ്റ്റേജിൽ വിറ്റുപോയ വീടുകളെക്കുറിച്ചുള്ള സർവേ. വിൽക്കാൻ വേണ്ടി പണിത വീടുകളല്ല, വിൽക്കേണ്ടി വന്നു പോയ വീടുകളെക്കുറിച്ചുള്ളൊരു സർവേ. ഈ വിൽക്കേണ്ടി വന്നുപോയ വീടുകളെക്കുറിച്ചുള്ള സർവേ എടുത്തിട്ട് പിള്ളേർ സബ്മിറ്റ് ചെയ്യുമല്ലോ, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ കുട്ടികൾ വന്നിച്ച് എന്നോട്, മിസ്സേ രസകരമായൊരു കാര്യം ഞങ്ങൾ കണ്ടെത്തി. ഞാൻ ചോദിച്ചാൽ എന്താണ്? അവർ വിറ്റിട്ട് അവർ ആ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ അത് നല്ല കാര്യമാണ്, അതൊരു നല്ല എക്കണോമിക് ത്രെഡ് അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് ഒന്നുകൂടി പഠിക്കാം, നിങ്ങൾ ഒന്നുകൂടി പോകുക, കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാക്കി അവരെ ഞാൻ വീണ്ടും വിട്ടു. എന്തുകൊണ്ട് ഇങ്ങനെ വിറ്റു? അപ്പോൾ അവർ അത് പഠിച്ചിട്ട് വന്നിട്ട് പറയാം, മിസ്സേ എന്താ പറ്റിയെന്നറിയാമോ മിസ്സേ, അവർ വീട് പണിയണ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി എന്നിട്ട് ആദ്യം ആലോചിച്ച് നമുക്ക് എങ്ങനെ വീട് പണിയണം, എത്ര മുറി വേണം, 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ടോയ്ലറ്റ്, അല്ല വർക്ക് ഏരിയ, ഒരെണ്ണം അറ്റാച്ച്ഡ്, ഇങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടു. ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞ് ഈ സൺഷെയ്ഡ് ഒന്ന് ഇച്ചിരി നീട്ടിയാൽ അവിടെ ഒരു സ്റ്റഡി റൂമും കൂടി നമുക്ക് കെട്ടാം. അപ്പോൾ പിള്ളേർ വലുതായി വരുമ്പോൾ പഠിക്കാൻ മുറി വേണമല്ലോ. ശരിയാ, അത് നല്ല കാര്യം. കടയിൽ പോയി ഗ്രാനൈറ്റ് വേണോ, മൊസൈക്ക് വേണോ, അല്ലേ, ടൈൽസ് വേണോ, അത് തീരുമാനിക്കാൻ കടയിൽ ചെന്നപ്പോൾ കടക്കാരൻ പറഞ്ഞു, സാറേ ഈ ഗ്രാനൈറ്റ് കൊണ്ടുപോയാൽ
30 കൊല്ലത്തേക്ക് പിന്നെ നോക്കണ്ട, ഒരു മെയിൻ്റനൻസും വരത്തില്ല. ആ അത് ശരിയാണ്. അത് എന്താ സംഭവം? എൻ്റെ തീരുമാനങ്ങൾ അപരനെടുത്തു. അവരുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മൾ മാറ്റി. അവിടെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമ്മുടെ ചോദ്യം ഇതാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ കടക്കാരൻ തീരുമാനിച്ചു ഗ്രാനൈറ്റ് ഇടാൻ. അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഒരു സ്റ്റേജിൽ ഇവരെത്തുകയാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ പുതിയ ഉടമസ്ഥൻ പഴയ ഉടമസ്ഥന് വാടകയ്ക്ക് കൊടുത്തു. അപ്പം ഞാൻ ഇതേക്കുറിച്ചൊരു ലേഖനം എഴുതി, സ്വന്തം വീട്ടിലെ വാടകക്കാർ എന്നും പറഞ്ഞിട്ട് ഞാനൊരു പ്രമുഖ പത്രത്തിലൊരു ലേഖനം എഴുതി. ഞാൻ ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കും 2-3 കോളുകൾ വന്ന്, ടീച്ചർ ഇത് എൻ്റെ കാര്യമാണ് ടീച്ചർ എഴുതിയത്. പല സ്ഥലങ്ങളിൽ നിന്നാണ് കോൾ വരുന്നത്. എല്ലാവർക്കും അത് അപ്പോൾ അതേ പ്രശ്നത്തിലൂടെ കടന്നുപോയ വ്യക്തികൾ. അപ്പം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആരാണ് തീരുമാനിക്കേണ്ടത്? ഞാൻ എങ്ങനത്തെ വീട് പണിയണം, എനിക്ക് എന്താണ് ആവശ്യം? ഇത് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് എടുക്കേണ്ട തീരുമാനമാണ്. ഇത് അപരൻ എടുക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും നമുക്കെന്താ വേണ്ടത് എന്ന് തീരുമാനിക്കണം.